Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ മക്കളെ, എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. അപ്പം മക്കളെ, എല്ലാവരും ബയോളജി പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ വറിയ ചെയ്യേണ്ട. ചുമ്മാ ആൻസർ കീ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്കൊരൊറ്റ പരീക്ഷ കൂടിയുണ്ട്, നമ്മുടെ സ്വന്തം സോഷ്യൽ സയൻസ്. 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, 2.5 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷയാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. അതിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നിങ്ങൾക്ക് A+ തന്നെ കിട്ടുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ കയ്യിലല്ല ഇപ്പം പേപ്പർ കിടക്കുന്നത്, എൻ്റെ കയ്യിലും അല്ല, അത് ആരുടെയൊക്കെയോ കയ്യിലാണ്. അത് ആരൊക്കെയോ ആണ് ഇനി ആ പേപ്പർ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടോ സന്തോഷിച്ചിട്ടോ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ നിങ്ങളുടെ മാർക്കിൽ ഒരു വേരിയേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചത്തകുട്ടിയുടെ ജാതകം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കുന്ന പോലെ ഒന്നല്ല. നിങ്ങൾ 2 മാർക്ക് കൂട്ടിയാൽ ചിലപ്പോൾ അവന്മാർ 4 മാർക്ക് തരും. അപ്പം നിങ്ങൾ കൂട്ടി നോക്കുന്ന പോലെ എല്ലാ SSLC വാല്യൂഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതൊക്കെ വിടുക. നമുക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന പരീക്ഷകളെ കുറിച്ച് എപ്പോഴും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും മാത്രം ചിന്തിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പാസ്റ്റിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാന്നല്ലാതെ പാസ്റ്റിലെ സങ്കടങ്ങൾ വെറുതെ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടൂല, കഴിഞ്ഞു പോയതൊന്നും നമുക്ക് തിരിച്ചു വരാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എന്താണ്, അതേപോലെ ഇനി എന്താണ്, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഇത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അവരൊരിക്കലും കഴിഞ്ഞു പോയ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് കരയാറില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, നമുക്കൊരൊറ്റ പരീക്ഷയാണുള്ളത്, സോഷ്യൽ സയൻസ്. ഇതിൽ നമ്മൾ A+ വാങ്ങിയിരിക്കും. കഴിഞ്ഞ 9 പരീക്ഷയിലും നമുക്ക് മോശമാണെങ്കിൽ പോലും ഇനിയുള്ള പരീക്ഷയെങ്കിലും ഞാൻ A+ വാങ്ങിയിരിക്കും. ഒരു A+ എങ്കിലും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുക. എന്നിട്ട് അതിനുവേണ്ടി മത്സരിക്കുക. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും നന്നായിട്ട് എഴുതിയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ അടുത്ത പരീക്ഷയിലും കൂടി എനിക്ക് A+ വേണം. അങ്ങനെ SSLCക്ക് 10ൽ 10 A+ എനിക്ക് വാങ്ങണം എന്ന കോൺഫിഡൻസോട് കൂടി പഠിക്കാനിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്ന ഈ ഒരു ചലഞ്ച് കൂടി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കളെ, അതിനാണ് നിങ്ങളുടെ സാറ് മെഹനൂഫ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും അതേപോലെ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും, അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ MS സൊല്യൂഷൻസിന്റെ ലൈവിലുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്കായിട്ട് വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഏതായാലും ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. സോഷ്യൽ സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇതുവരെ സോഷ്യൽ സയൻസ് തൊട്ട് നോക്കിയിട്ടില്ലാത്ത വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ, അത്യാവശ്യം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കിനി പഠിക്കാൻ 3 രീതികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചതുപോലെ 14 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ടല്ലടാ, ആ 14 ചാപ്റ്ററുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതായത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട, ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്ഷൻസ് എടുത്ത് പഠിക്കാൻ, ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് എടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട് അല്ലെ. അതിൽ പാർട്ട് 1ലെ ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പാടില്ല. പാർട്ട് 2ലാണെങ്കിൽ ഓരോ സെറ്റിലും 2 ക്വസ്റ്റ്യൻസ് വീതം വരും. അതിലേതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം ഒരു മെത്തേഡ്, സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വിചാരിച്ചാൽ മക്കളെ, നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഫുൾ ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നതിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സുകൾ മാത്രം ഓരോ സെറ്റിലും പഠിക്കുക അല്ലെ. ഇതാണ് ഒരു മെത്തേഡ്. കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ച് ചാപ്റ്ററുകൾ മാത്രം പഠിക്കാമെന്നുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതി തിരഞ്ഞെടുക്കാം. എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് മക്കളെ. എന്താണ് ആ പ്രശ്നം? ചില കുട്ടികൾക്ക് ഈ 2 കാറ്റഗറിയിലും, അതായത് ഈ 21 ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും ചില ടോപ്പിക്കുകൾ നന്നായിട്ട് അറിയാം, ചില ടോപ്പിക്കുകൾ അറിയില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എല്ലാ ചാപ്റ്റേഴ്സിനെയും പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു, അത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മനു സാർ ഹെൽപ്പ് ചെയ്ത് തരാം. നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാമിന്റെ സമയത്ത് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 40ൽ 40 മാർക്കും വാങ്ങാൻ സാധ്യതയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ പ്രകാരം ഏതാണ്ട് 45ഓളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ഏതാണ്ട്
15ഓളം ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 30-35 ക്വസ്റ്റ്യൻസ് ഇനി പഠിക്കാനുണ്ടാവുള്ളൂ. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, പക്ഷെ വരാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. 1%, 2%, മാക്സിമം പോയാൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതൊന്നും നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത്, മൊത്തമായിട്ട് പഠിക്കാൻ കഴിയാത്ത വല്ല വിദ്യാർത്ഥിയുമാണ് നിങ്ങളെങ്കിൽ ഇനിയുള്ള 2-3 ദിവസം കൊണ്ട് സോഷ്യൽ സയൻസിലെ മുഴുവൻ ചാപ്റ്ററുകളും എന്നെ കൊണ്ട് പഠിക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പം നിങ്ങൾ ഈ തമ്പനെയിൽ കാണുന്ന ഈ ഹിസ്റ്ററി വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്ന ടോപ്പിക്കുകൾ, അതിൽ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. ബാക്കി പറയുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റത്തെ ചാപ്റ്ററിലെ റവല്യൂഷൻസ് അറിയാലോ, ഈ ചൈനീസ് റവല്യൂഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. റഷ്യൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് പഠിക്കുക. ഇതിൽ ഏത് വരുമെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല, കാരണം ഞാൻ പറയുന്ന എങ്ങാനും വന്നു പോയിട്ടില്ലെങ്കിൽ കുറേ കുട്ടികൾ അത് മാത്രം പഠിച്ചു പോയാൽ 6 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഞാൻ MS സൊല്യൂഷൻസിന്റെ ലൈവിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും, ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ റഷ്യൻ റവല്യൂഷന് കൊടുത്തോണ്ടി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് ചാപ്റ്ററിലെ റവല്യൂഷൻസ് പഠിക്കാതെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഫസ്റ്റ് വേൾഡ് വാർ, 1-ാം ലോക മഹായുദ്ധമാണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ 2-ാം ലോക മഹായുദ്ധം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഫാസിസം, നാസിസം എന്ന് പറഞ്ഞ ആ ടോപ്പിക് കൂടി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പം എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ, ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന തമ്പനെയിലുള്ള ഈ വീഡിയോ, അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോയുടെ നോട്ടുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ടെലഗ്രാമിലൂടെ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം കുട്ടികൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. ആ കുട്ടികൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അവർ പലർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആ വീഡിയോ ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലെ ചോദ്യങ്ങൾ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ അത് പഠിക്കുക. അതിലൊരു 35ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, അത് പഠിക്കുക. ഇനി ഇതേപോലെ തന്നെ ഏകദേശം 40-45 ക്വസ്റ്റ്യൻസ് ഞാൻ ജോഗ്രഫിയിൽ നിന്നും തരും. അത് ഘട്ടം ഘട്ടമായിട്ട് 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ തരും. ഒറ്റ വീഡിയോ ആയിട്ട് തരുന്നില്ല. ഒറ്റ വീഡിയോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഹിസ്റ്ററി പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, പകരം ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ആ വീഡിയോകൾ മക്കൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഒരു നിഗമന പ്രകാരം, ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, ഒരു 99% ജോഗ്രഫി എന്നുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 80-70 മാർക്ക് വാങ്ങുക എന്നുള്ളത്, ഈ ഒരു ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നായിട്ട് ഒരു 80ഓളം ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഈ 2 വീഡിയോകൾ 2 സെറ്റുകളായിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് ഹിസ്റ്ററിയത്തെ തയ്യാറാക്കി കഴിഞ്ഞു, ജോഗ്രഫിയത്തെ ഇനി ഒരു 3-4 വീഡിയോകളായിട്ട് ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞ് ഉടൻ തന്നെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ജോഗ്രഫിയിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ, നമുക്കറിയാം 8 മാർക്കിനാണ് ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും. അതിനുവേണ്ടി ഞാൻ 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. 1-ാമത്തെ ചാപ്റ്ററിന് 5 ക്വസ്റ്റ്യനും 2-ാമത്തെ ചാപ്റ്ററിന് 5 ക്വസ്റ്റ്യനും. ഈ 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്ററും കൂടി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ഞാനിപ്പോൾ അതിന്റെ ആൻസർ അടക്കമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു വീഡിയോ കണ്ട് അതിലെ ചോദ്യങ്ങൾ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1 അവറോ 2 അവറോ നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ആ 8 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ അത് ആദ്യത്തെ 2 ചാപ്റ്റർ കുറച്ച് വലുതായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങളും ഇത്രയും കുറച്ച് ഞാൻ ടൈമും പറയുന്നത്. പിന്നീടുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്നതാണ്, എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും മക്കളെ, എൻ്റെ കൂടെ കട്ടക്ക് നിന്നാൽ നിങ്ങൾക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് A+ നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. 80 മാർക്ക് നമുക്ക് വാങ്ങണം, വാങ്ങിയിരിക്കണം. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 80 മാർക്കും വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നോ. നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റിനെ കൂടി പഠിച്ചിട്ട് മക്കളെ നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക്, നാളത്തെയല്ല തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോവുക മക്കളെ. ഇനി 3-ാമത്തെ പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചാപ്റ്ററും പഠിക്കുക എന്നുള്ളതാണ്. അതൊക്കെ കഴിയുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ജീനിയസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഓൾറെഡി സോഷ്യലിന്റെ 21 ചാപ്റ്ററും കംപ്ലീറ്റ് പഠിച്ച കുട്ടികൾ ഉണ്ടാവും. വെൽ ഡൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ ടെൻഷൻ ഇല്ല. നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് റിവൈൻഡ് ചെയ്താൽ മാത്രം മതി. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ എന്ത് ചെയ്യുക, പോർഷൻസിലൂടെ ഒന്ന് കടന്നു പോവുക. അതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക. മോഡൽ എക്സാമിന്റെ മാത്രമല്ല, ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളിൽ തന്നെ ഏതൊക്കെ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ തരുന്ന നോട്ടുകൾ നോക്കിയിട്ട് ഓരോ മാർക്കിനും എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പാഠഭാഗങ്ങൾ പഠിച്ചെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നാൽ എങ്ങനെയാണ് ചോദ്യം വരിക നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മക്കളെ, സോഷ്യൽ സയൻസിൽ നമ്മൾ A+ ഉറപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.